ശ്വാസതടസ്സം നേരിട്ട കുഞ്ഞിന് CPR നൽകി ജീവൻ രക്ഷിച്ച പിതാവ് കൂടിയായ കോഴിക്കോട് വടകര അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗം മണിയൂർ സ്വദേശി ലിഖിത്താണ് തന്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് CPR നൽകി ജീവൻ രക്ഷിച്ചത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷഹദ്, ഉന്മേഷ, വളരെയധികം ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റി കുറെ അധികം ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. കാരണം പ്രാഥമികമായിട്ടെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള ഒരു പരിജ്ഞാനം ഉണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കും എന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇന്ന് വടകരയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ അബോധാവസ്ഥയിലായ സ്വന്തം കുഞ്ഞിന് CPR നൽകി അച്ഛൻ രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തുടർച്ചയായിട്ട് ഈ കുട്ടി കരയുകയായിരുന്നു. ഒടുവിൽ കുട്ടിയുടെ ശ്വാസം നഷ്ടപ്പെടുന്നു. ആ ഘട്ടത്തിൽ വീട്ടുകാർ നിലവിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ CCTVയിൽ കാണുന്നത്. എന്നാൽ ഈ ഒരു അപകടം നടന്ന സമയത്ത് പകച്ചു നിൽക്കാതെ അതിന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റു കുടുംബാംഗങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ തന്നെ സ്വന്തം അച്ഛനായിട്ടുള്ള, അതായത് വടകര അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗമായിട്ടുള്ള മണിയൂർ സ്വദേശി ലിഖിത്താണ് സ്വന്തം കുട്ടിക്ക് കൃത്രിമ ശ്വാസം നൽകുകയും പ്രാഥമിക ശുശ്രൂഷകൾ നൽകുകയും ചെയ്തത്. കുറച്ചു നേരം ഇത്തരത്തിൽ ഈ കൃത്രിമ ശ്വാസം നൽകുകയും ഈ പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ നൽകുകയും ചെയ്ത ഘട്ടത്തിൽ കുട്ടി വീണ്ടും കരയുകയും അതുപോലെ തന്നെ കുട്ടി വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ആവുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോ. ആ ദൃശ്യം ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരുടെ ബഹളം കേട്ട് തൊട്ടപ്പുറത്തുള്ള വീട്ടിലത്തെ ആളുകളും നാട്ടുകാരൊക്കെ ഓടിക്കൂടുന്നുണ്ട്. പക്ഷെ ആ സമയത്തും മനധൈര്യം ഒറ്റൊന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ കുട്ടി വലിയ രീതിയിലുള്ള ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ശരി, ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.